പടം നല്ല പടമാണ്, നല്ല കോമഡി പടം. ഒരു സെക്കൻഡ് പോലും പോരില്ല. അവിടെ നല്ല പടമാണ്, നല്ല കഥയുണ്ട്, കാണേണ്ട പടമാണ്, ഫാമിലി സെൻറ്റിമെൻ്റ്. ഈ പൊങ്കലിന് ഇറങ്ങിയ പടത്തിൽ ഇതാണ് ഏറ്റവും നല്ല പടം. ഒരു സെക്കൻഡ് പോലും പോരില്ല. നല്ല പടം, നല്ല കോമഡി, നല്ല കഥയുണ്ട്, നല്ല പടം. പൊങ്കലിന്റെ വിജയം ഈ പടമാണ്. ജീവയുടെ ആക്ടിങ് കൊല്ലാം, പക്ഷേ ഇതിൽ ഒരുപാട് കഥാപാത്രമുണ്ട്, എല്ലാവരുടെ കഥാപാത്രവും കൊല്ലാം. നല്ല പടമാണ്. ഫാമിലി പടമാണ്. ഫാമിലി കുഴപ്പമില്ല. ജീവ എങ്ങനെയുണ്ട്? കൊള്ളാം. പടം പൊങ്കൽ വിന്നർ ജീവ തൂക്കിയിട്ടുണ്ട്. ടി പൊങ്കൽ വിന്നറാണ്. എല്ലാ പടവും പൊങ്കലിൻ്റെ കണ്ടായിരുന്നു. പക്ക എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മളെ സലാമിയുടെ ഡയറക്ടറാണ്. തമിഴിൽ ചെന്നിട്ട് കിഡിലൻ കോമഡി. പക്ഷേ പടം തമിഴ് പടം എന്ന് പറയണ്ട, നമ്മളൊരു മലയാള പടം കണ്ടതിൻ്റെ ഫീലിംഗ് ആണ്. കാരണം നമ്മളെ എന്താണ് പറയുന്നത്, കിഡിലം. തമിഴ് സിനിമയിലെ ഡയറക്ടർമാരൊക്കെ തെലുങ്കും ഹിന്ദി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇനി തമിഴ്നാട്ടിലുള്ള ഫുള്ള് മലയാള സംവിധായകന്മാരെ കൊണ്ടുപോകും. കാരണം 100% ഉറപ്പാണ് പൊങ്കൽ വിന്നറാണ്. പക്ക ഫാമിലി പടമാണ്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഫാമിലിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ചിരിയാണ്. പ്രതീക്ഷിക്കാത്തൊരു പടം ഹിറ്റാണ്. കഴിഞ്ഞ പൊങ്കലിന് മതഗത രാജ വന്ന് ഹിറ്റ് അടിച്ചതുപോലെ ഈ പൊങ്കൽ അങ്ങ് ജീവ തൂക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സിനിമ. നല്ല ഭയങ്കര ഒരു മെസ്സേജ് ഉണ്ട് ആ സിനിമയ്ക്കകത്ത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു തമിഴ് സിനിമ കാണുന്നത് പോലെയല്ല. ജീവയുടെ ഒക്കെ ഉഗ്രം പെർഫോമൻസ്, ഡയറക്ടറുടെ ബ്രില്യൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാം അടിപൊളിയായിട്ട് ഓരോ ആർട്ടിസ്റ്റും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല പടം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവും പറയാനില്ലാത്ത സിനിമ. വെൽ പാക്ഡ് ഫാമിലി ഫൺ എല്ലാ സാധനങ്ങളുള്ള അടിപൊളി ഒരു കോമഡിയൊക്കെ ഉഗ്രം കോമഡികളായിരുന്നു. നല്ല സിറ്റുവേഷൻ ബേസ് കോമഡികൾ തന്നെയായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല വർക്കായി. കോമഡി എല്ലാം വർക്കായി. നല്ല ഈവൻ അറിയാമല്ലോ, നമ്മുടെ ഓൺ ലാംഗ്വേജ് അല്ല, എന്നാൽ പോലും ആ കോമഡി നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അത് ആ തീമിൻ്റെയും കൂടെ ഒരു പ്രത്യേകതയാണ്. നല്ല സിനിമയാണ്. നല്ല സിനിമ, എല്ലാവരും കാണണം. ഉഗ്രം, ഒരു കാരണവശാലും അത് പൈസ നഷ്ടമാവത്തില്ല. ബ്രോ, ഫാലിമി എന്ന് പറയുന്ന പടം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അതേ വൈബ് തന്നെയാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു അത്യാവശ്യം നീറ്റ് ആൻഡ് ലെവലിൽ സൂപ്പറായിട്ട് പടം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ ജീവയുടെ വൺ കംബാക്ക്. അതായത് ഒരു ഫീൽ ഗുഡ് പടം എങ്ങനെ കാണണം അതിനനുസരിച്ച് കോമഡിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ട് പൊങ്കലിന് റിലീസ് ചെയ്തതിൽ ഫെസ്റ്റിവലായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. സെക്കൻഡ് ഹാഫും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വന്ന് ക്ലൈമാക്സിൽ ഇപ്പോൾ നടക്കുന്ന തമിഴ്നാട്ടിലുള്ള പ്രശ്നങ്ങളും സിനിമ പോസ്റ്റ്പോണിങ് ആ ഒരു വിഷയങ്ങളൊക്കെ വെച്ച് ഒരു ഡയലോഗ് പാട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പടം നല്ല സത്യം പറഞ്ഞവർക്ക് ഒരു ബോറിങ്ങോ കാര്യങ്ങളല്ല, പൊങ്കലിന് ആഘോഷിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. ജീവ അതിനാണ് എടുത്ത് പറയാനുള്ള പെർഫോമൻസ്. ജീവയുടെ ഒരു പക്ക കംബാക്ക് എന്നാണ് എടുത്ത് പറയാൻ. ആ ഒരു റേഞ്ചിൽ തന്നെ പടം വന്നിട്ടുണ്ട്. കാരണം അവസാനം ഇന്നലെ ഇറങ്ങിയ വാത്തിയാർ ഉൾപ്പെടെ എല്ലാം പടം മോശമായിട്ടുള്ള ലെവലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പടം വൻ ലെവലിൽ സെറ്റായിട്ടുണ്ട്.